Good morning all. നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്ത് വന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലൈസിംഗ് ആണ്. അപ്പോൾ സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലവും ഒരേപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് ഒന്നിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തെന്ന് വരില്ല, അല്ലെങ്കിൽ ആ ചേഞ്ച് എന്ത് വരില്ല, കറക്റ്റ് സെയിം ഒരു ചേഞ്ച് ആവണം എന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ, അതായത് ഇവിടെ നോക്കി നോക്കുക, ദി കമ്മോഡിറ്റീസ് വിച്ച് ആർ ബീങ് കൺസിഡേർഡ് ഫോർ കൺസ്ട്രക്ടിങ് ഇൻഡിസസ് മേ ഗെറ്റ് റീപ്ലേസ്ഡ് വിത്ത് ന്യൂ ഐറ്റംസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഇമ്പോർട്ടൻസ് ഗിവൺ ബൈ ദി കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമേഴ്സ് അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ത് ചെയ്യേണ്ടി വരും, റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതായത് ചില ഇയറിൽ ഒരു ഇയർ മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു എന്തെങ്കിലും സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ നമ്മൾ ആ ഇൻഡെക്സ് നമ്പറിൽ രണ്ട് ഇൻഡെക്സ് നമ്പറിൻ്റെ സീരീസ് ആയിട്ടായിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്ലൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ഇൻവോൾവ് ഇൻ കണക്ടിങ് ടു ഇൻഡെക്സ് നമ്പർ സീരീസ് വിത്ത് ഡിഫറെൻറ്റ് ബേസ് പീരിയഡ് സീരീസ് ഓഫ് ഇൻഡിസസ് ടു മേക്ക് കണ്ടിന്യൂറ്റി ഇസ് ടേംഡ് ആസ് സ്പ്ലൈസിംഗ്. ഓക്കെ, in other words, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പ്ലൈസിംഗ് മീൻസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ടു ഓവർലാപ്പിംഗ് സീരീസ് ഓഫ് ഇൻഡിസസ് വിത്ത് ഡിഫറെൻറ്റ് ബേസ് പീരീഡ്സ് ഇൻ ടു എ കണ്ടിന്യൂസ് ഇൻഡെക്സ് നമ്പർ സീരീസ്. അതായത് ഇവിടെ ഡിഫറെൻറ്റ് ബേസ് പീരീഡ് ആണെങ്കിലും നമ്മൾ എന്ത് വരിക, അതിനൊരു കണ്ടിന്യൂസ് ഇൻഡെക്സ് നമ്പർ സീരീസ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഏത് വരുന്നത്, സ്പ്ലൈസിംഗ് മീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് എന്താണെന്നുള്ളത് കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പോൾ ഈ സ്പ്ലൈസിങ് എപ്പോഴും മാത്രമേ പോസിബിൾ ആവുള്ളൂ, അവിടെ എന്തായാലും ഒരു ഓവർലാപ്പിംഗ് ഇയർ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്പ്ലൈസിങ് പോസിബിൾ ആവുള്ളൂ. അറ്റ്ലീസ്റ്റ് വൺ ഓവർലാപ്പിംഗ് ഇയർ വേണം. ഓവർലാപ്പിംഗ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഇയർ ഫോർ വിച്ച് ഇൻഡെക്സ് നമ്പേഴ്സ് അവൈലബിൾ ഫ്രം ബോത്ത് ദി സീരീസ്. അതായത് ന്യൂ ഇൻഡെക്സ് നമ്പർ സീരീസ് ആണെങ്കിലും ഓൾഡ് ഇൻഡെക്സ് നമ്പർ സീരീസ് ആണെങ്കിലും അതിൽ ഒരു ഇയറിൽ എന്തായിരിക്കണം, ഒരു ഓവർലാപ്പ് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സ്പ്ലൈസിങ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, സ്പ്ലൈസിങ് അതേപോലെ തന്നെ രണ്ട് രീതിയിലാണ് പോസിബിൾ ആവുന്നത്. ഒന്ന് ഫോർവേഡ് സ്പ്ലൈസിങ്ങും ബാക്ക്വേർഡ് സ്പ്ലൈസിങ്ങും. ഓക്കെ, calculation and filling up of new missing index numbers of the old series is known as forward splicing. അതേപോലെ തന്നെ ബാക്ക്വേർഡ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് മിസ്സിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് ദി ന്യൂ സീരീസ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ഫില്ലപ്പ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്താണെന്നുള്ളത് ഈ ഫോർവേഡ് സ്പ്ലൈസിങ്ങും ബാക്ക്വേർഡ് സ്പ്ലൈസിങ്ങും എന്താണെന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഫോർവേഡ് സ്പ്ലൈസിങ്ങിൻ്റെ ഫോർവേഡ് സ്പ്ലൈസിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫോർവേഡ് സ്പ്ലൈസിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫൈൻഡിങ് ന്യൂ മിസ്സിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് ദി ഓൾഡ് സീരീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ സ്പ്ലൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എന്ത് വരും, ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന സമയത്ത് രണ്ട് ഇൻഡെക്സ് നമ്പർ സീരീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ രണ്ട് ഇൻഡെക്സ് നമ്പർ സീരീസിൽ എന്തായാലും അറ്റ്ലീസ്റ്റ് വൺ ഓവർലാപ്പിംഗ് ഇയർ ഉണ്ടാവണം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർവേഡ് സ്പ്ലൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് ന്യൂ മിസ്സിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് ദി ഓൾഡ് സീരീസ്. അതായത് ഓൾഡ് സീരീസും ഉണ്ട് ന്യൂ സീരീസും ഉണ്ട്. അപ്പോൾ ഓൾഡ് സീരീസിലെ മിസ്സിംഗ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോർവേഡ് സ്പ്ലൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇൻഡെക്സ് ഓഫ് ഓൾഡ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഡിവൈഡഡ് ബൈ ന്യൂ ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഇൻറ്റു ന്യൂ ഇൻഡെക്സ് ഓഫ് കാൽക്കുലേഷൻ ഇയർ. സെയിം തന്നെ ബാക്ക്വേർഡ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡിങ് ഓൾഡ് മിസ്സിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് ദി ന്യൂ സീരീസ്. ന്യൂ സീരീസിലെ ഓൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്ക്വേർഡും ഓൾഡ് സീരീസിലെ ന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർവേഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൾഡ് ഇൻഡെക്സ് ഓഫ് ന്യൂ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ന്യൂ ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഡിവൈഡഡ് ബൈ ഓൾഡ് ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഇൻറ്റു ഓൾഡ് ഇൻഡെക്സ് ഓഫ് കാൽക്കുലേഷൻ ഇയർ. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ദി ഫോളോയിങ് ആർ ദി ടു സെറ്റ്സ് ഓഫ് ഇൻഡിസസ് വിച്ച് ഹാവ് ബീൻ പ്രിപ്പയർഡ് ബൈ ടേക്കിംഗ് ദി ബേസ് ഇയർ ആസ് 1996 ആൻഡ് 2016 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഓൾഡ് ഇൻഡെക്സും ഉണ്ട് ന്യൂ ഇൻഡെക്സും ഉണ്ട്. ഓൾഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ബേസ് ഇയർ ഏതായിട്ടാണ് എടുത്തിരിക്കുന്നത്, 1996 ആണ്. ന്യൂ ഇൻഡെക്സിൻ്റെ ബേസ് ഇയർ എത്രയാണ്, 2016 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് സ്യൂട്ടബിൾ ഇൻഡെക്സ് നമ്പർ ടു ഫിൽ അപ്പ് ബോത്ത് സീരീസ്. അപ്പോൾ നമ്മൾ നോക്കി നോക്കുക, ഇവിടെ 1996 ഓൾഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, 1996 100, 2000 114, 2006 120, 2010 124, 2013 130, 2016 140, 100. അപ്പോൾ ഇതാണ് നമ്മൾ ഓവർലാപ്പിംഗ് ഇയർ ആയിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓവർലാപ്പിംഗ് ഇയർ ഉണ്ടെങ്കിൽ, അതായത് ഓൾഡ് ഇൻഡെക്സും ന്യൂ ഇൻഡെക്സും ഇവിടെ 2016 ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് പോസിബിൾ ആവുള്ളൂ, സ്പ്ലൈസിങ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2017 മുതൽ ഇനി എന്തുണ്ടാവില്ല, ഓൾഡ് ഇൻഡെക്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ
ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾഡ് ഇൻഡെക്സും നമ്മൾ ഈ ഓവർലാപ്പിംഗ് ഇയറിൻ്റെ ഇൻഡെക്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ന്യൂ ഇൻഡെക്സ് നമ്മളിവിടെ ഫില്ല് ചെയ്യണം. 1996 കറസ്പോണ്ടിങ് ആയിട്ട് 2000 കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ന്യൂ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഓൾഡ് സീരീസിലെ ന്യൂ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതാണ് ഏത് വരുന്നത്, ഫോർവേഡ് സ്പ്ലൈസിങ് വരുന്നത്. ബാക്ക്വേർഡ് സ്പ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സീരീസിലെ അതായത് ന്യൂ സീരീസ് ആണ് ഇത് വരുന്നത്. ന്യൂ സീരീസിലെ ഓൾഡ് വൺ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്, ബാക്ക്വേർഡ് സ്പ്ലൈസിങ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നോക്കുക. ഓവർലാപ്പിംഗ് ഇയർ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്, 2016 ആണ്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് സ്യൂട്ടബിൾ ഇൻഡെക്സ് നമ്പർ ടു ഫിൽ അപ്പ് ബോത്ത് സീരീസ്. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് സ്പ്ലൈസിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾഡ് ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഡിവൈഡഡ് ബൈ ന്യൂ ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഇൻറ്റു ന്യൂ ഇൻഡെക്സ് ഓഫ് കാൽക്കുലേഷൻ ഇയർ. അപ്പോൾ ഞാൻ നോക്കുക, എനിക്ക് 2017 ഓൾഡ് ഇൻഡെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2017 ഓൾഡ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾഡ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം, ഓൾഡ് സീരീസിലെ ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർവേഡ് ഇൻഡെക്സ് വരും, അല്ല ഫോർവേഡ് സ്പ്ലൈസിങ് വരും. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ 2017 കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. 2017 നമ്മൾ ഇക്വേഷൻ പ്രകാരം ഓൾഡ് ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയറിൻ്റെ ഓൾഡ് ഇൻഡെക്സ് എത്രയാണ് വരുന്നത്, 140. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 140. ന്യൂ ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഏതാണ്, 100. അപ്പോൾ 140 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ന്യൂ ഇൻഡെക്സ് ഓഫ് കാൽക്കുലേഷൻ ഇയർ. നമുക്ക് 2017 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2017 ഓൾഡ് ഇൻഡെക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ന്യൂ ഇൻഡെക്സ് 120 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 168 ആണ് വരുന്നത്, അപ്രോക്സിമേറ്റ് ആണ്. ഈ 168 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇറ്റ് മീൻസ് ദാറ്റ് ദി ഇൻഡെക്സ് ഓഫ് ദി ഇയർ 2017 ടേക്കിംഗ് 1996 ആസ് ബേസ് ഇയർ ഈസ് 168. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, 2017 168 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്, അപ്പോൾ ഏത് ഇയറിലാണെങ്കിലും നമുക്ക് ഈ ഫോർവേഡ് സ്പ്ലൈസിങ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് അതേപോലെയാണ് ബാക്ക്വേർഡ് സ്പ്ലൈസിങ് വരുന്നത്. ബാക്ക്വേർഡ് സ്പ്ലൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾഡ് ഇൻഡെക്സ് ഓഫ് ന്യൂ സീരീസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ന്യൂ ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഡിവൈഡഡ് ബൈ ഓൾഡ് ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ ഇൻറ്റു ഓൾഡ് ഇൻഡെക്സ് ഓഫ് കാൽക്കുലേഷൻ ഇയർ ആണ് വരുന്നത്. അപ്പോൾ 2013 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് 2013 എവിടെ വരുന്നത്, ഇവിടെയാണ് 2013 വരുന്നത്. നമുക്ക് ന്യൂ ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ ന്യൂ ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയറിൻ്റെ ന്യൂ ഇൻഡെക്സ് 100. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, 100 കൊടുക്കുക, ഡിവൈഡഡ് ബൈ ഓൾഡ് ഇൻഡെക്സ് ഓഫ് ഓവർലാപ്പ് ഇയർ എന്ന് പറയുന്നത് 140. പിന്നെ ഓൾഡ് ഇൻഡെക്സ് ഓഫ് കാൽക്കുലേഷൻ ഇയർ ഏതായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്, 2013 ഓൾഡ് ഇൻഡെക്സ് എത്രയാണ് വരുന്നത്, 130 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, 130. ഓക്കെ, അപ്പോൾ 2013 ന്യൂ ഇൻഡെക്സ് എത്രയാണ് വരുന്നത്, 92.86 ആണ്. ഇനി ന്യൂ ഇൻഡെക്സ് ഓഫ് 2010 എന്താ വ്യത്യാസം വരിക, 2010 നമ്മൾ ആ ഇക്വേഷൻ നോക്കുക. അപ്പോൾ എന്താ വരിക, 100 ഡിവൈഡഡ് ബൈ 140 ഇൻറ്റു 124 ആണ് നമ്മൾ ആൻസർ വരിക. ദാറ്റ് മീൻസ് 88.57. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ കുറേ ഇൻഡെക്സ് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ കുറേ ഇൻഡെക്സ് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പം നമ്മൾ ഈ ഫോർവേഡ് സ്പ്ലൈസിങ്ങും ബാക്ക്വേർഡ് സ്പ്ലൈസിങ്ങും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലാങ്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2017 2013 ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സിനെ നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈസ് ലിവിങ് ഇൻഡെക്സ് എന്ന് നമുക്ക് പറയും. ഓക്കെ, ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ആവറേജ് ചേഞ്ച് ഇൻ ദി പ്രൈസസ് പെയ്ഡ് ബൈ ദി അൾട്ടിമേറ്റ് കൺസ്യൂമർ ഫോർ എ ഫിക്സഡ് സെറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. Okay, it measures the relative change in the cost of maintaining a certain standard of living of a specified class of people over a period of time. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ആവറേജ് ചേഞ്ചിനെയാണ്. ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചേഞ്ചിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സ് പറയുന്നത്. റെപ്രസെൻറ്റ് ആവറേജ് ചേഞ്ച് ഇൻ ദി പ്രൈസസ് പെയ്ഡ് ബൈ ദി അൾട്ടിമേറ്റ് കൺസ്യൂമർ for a fixed set of goods and services over a period of time.
അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഡെക്സ് നമ്പറാണ് നമ്മൾ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരുകളൊക്കെ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് നമ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് എ സർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് എ സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് പീപ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഏത് വരുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സിൽ നമുക്ക് വരുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നോക്കിയോക്കുക. ദി ജനറൽ ഇൻഡെക്സ് നമ്പർ ഫെയിൽസ് ടു റിവീൽ how a change in the price level affects in the cost of living among different classes of people. Therefore, the need arises to construct consumer price index. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ഇൻഡെക്സ് നമ്പർ ഫെയിൽ ടു റിവീൽ ഹൗ എ ചേഞ്ച് ഇൻ ദി പ്രൈസ് ലെവൽ എഫക്ട്സ് ഇൻ ദി കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്ക് ഇതുവരെ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഫ് ലിവിങ് എമംഗ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലാണ് നമുക്ക് ഏത് ആവശ്യമായിട്ടുള്ളത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇൻ ഓർഡർ ടു സെർവ് the purpose, consumer price indices are to be calculated separately for different class of people. ഓരോ ക്ലാസ് ഓഫ് പീപ്പിൾ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ പറയുന്നില്ലേ അയാൾ ഹൈഫൈ ഇതാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെ നമ്മൾ കമ്പാരിസൺ നമ്മൾ നടത്തുന്നുണ്ട്. ആ ഒരു കമ്പാരിസണൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉള്ള രീതിയിൽ, ഇവിടെ പ്രൈസ് ഇൻഡെക്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം in order to serve the purpose, consumer price indexes are to be calculated separately. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലാസ് ഓഫ് പീപ്പിളിന് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് പീപ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നോക്കിയത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ ആൻഡ് റൂറൽ പീപ്പിൾ, മെൻ ആൻഡ് വുമൻ, ഹൈ ഇൻകം ഗ്രൂപ്പ് ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്, അങ്ങനെ ഓരോരോ ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കുക, ലാസ്പേസ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നോക്കുക, ഇൻ ദിസ് മെത്തേഡ് ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റീസ് കൺസ്യൂംഡ് ഇൻ ദി ബേസ് ഇയർ ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആർ ടേക്കൺ ആസ് വെയ്റ്റ്സ്. അപ്പോൾ ബേസ് ഇയർ consumed in the base year by a particular group are taken as weights. Therefore, Laspey's formula for price index is used here as consumer price index. Okay, നമ്മൾ ലാസ്പേസ് ഫോർമുല, അതായത് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ലാസ്പേസ് ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. അപ്പം P1 Q0 P0 Q0 ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് യൂസിങ് അഗ്രിഗേറ്റീവ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഏത് മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മെയിനായിട്ട് ആവശ്യം എന്ത് തന്നെയാണ്, ഇതിൻ്റെ ഫോർമുലകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഐറ്റം നോക്കുക, ABCD ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം. 3, 2, 5 ഐറ്റമാണ് തന്നിരിക്കുന്നത്. 2019 പ്രൈസും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. 2020 പ്രൈസ് മാത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആര് വേണം, സിഗ്മ P1 Q0 വേണം, സിഗ്മ P0 Q0 വേണം. അപ്പോൾ സിഗ്മ P1 Q0 കിട്ടണമെന്നുണ്ടെങ്കിൽ P1 Q0 കോളം കണ്ടുപിടിക്കുക, കംപ്ലീറ്റ് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐറ്റം എന്ന് പറയുന്നത് ABCD 5 വരുന്നത്. Q0 എന്ന് പറയുന്നത് ബേസ് ഇയർ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി എഴുതുന്ന സമയത്ത് മാറിപ്പോകാൻ പാടില്ല. Q0 എന്ന് പറയുന്നത് 50, 100, 60, 30, 40 അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ P0 എന്താണ് വരുന്നത്, P0 എന്ന് പറയുന്നത് പ്രൈസ് ആണ് വരുന്നത്. അതായത് 6, 2, 4, 10, 8 അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ P0 എന്ന് പറയുന്നത് 30 ആണ് നമുക്കിതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ,
അപ്പം Q0, P0, P1, P1 Q0, P0 Q0 ഈ കോളം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും നോക്കുക. സിഗ്മ Q0 എന്ന് പറയുന്നത് ഇതാണ്, സിഗ്മ P0 ഇതാണ്, സിഗ്മ P1 Q0, സിഗ്മ P0 Q0. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് പോവാം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0. നമ്മൾ ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സിഗ്മ P1 Q0 കണ്ടുപിടിക്കുക. താഴെ എന്താണ്? സിഗ്മ P0 Q0 ഇൻറ്റു 100. അതായത് ഇതാണ് എന്ത് വരിക? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ വരിക. അതായത് 133.7 വിലാവും. അപ്പോൾ ഇക്വേഷൻ നോക്കുക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ആണ്. അപ്പോൾ P1 Q0 കംപ്ലീറ്റ് എഴുതുക. P1 Q0 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ P1 Q0 മൾട്ടിപ്ലൈ, അതായത് 50 ഇൻറ്റു 10 500, 100 ഇൻറ്റു 2 200, 60 ഇൻറ്റു 6 360. അങ്ങനെ എന്ത് വരും? ഈ P1 Q0 എഴുതുക, P0 Q0 എഴുതുക. അപ്പോൾ നമുക്ക് ആവശ്യമായിരുന്നത് ഇതിൻ്റെ സമ്മാണ് നമുക്ക് ആവശ്യം. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ സിഗ്മ P1 Q0. അപ്പോൾ ഇതിൻ്റെ കോളം ആഡ് ചെയ്യുക. അതായത് 1900 ആണ് വരുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ P0 Q0 എന്ന് പറയുന്നത് എന്താണ്? 1360 ഇൻറ്റു 100 വരും. ഇതാണ് ഏത് വരുന്നത്? 139.71 വരുന്നത്. അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ബഡ്ജറ്റ് മെത്തേഡാണ്. ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് വരുന്നത്? ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് വരുന്നത്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് ഓഫ് വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. ഓക്കെ, in this method an aggregate expenditure of an average family on various items are multiplied with the given weights and then the average is calculated. അപ്പോൾ ഈ ഒരു അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് an average family നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഇഫ് ദ അരിത്തമാറ്റിക് മീൻ ഈസ് യൂസ്ഡ് ഫോർ ആവറേജിങ്, ദി ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. P0 എന്ന് പറയുന്നത് സിഗ്മ, നമ്മൾ ഈ ഐ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ഐ ഉപയോഗിച്ച് കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ P1 ബൈ P0 ഇൻറ്റു W ഡിവൈഡഡ് ബൈ സിഗ്മ W ഇൻറ്റു 100 വരും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫ്രം ദി ഫോളോയിങ് കമ്പ്യൂട്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഗ്രൂപ്പും ബേസ് ഇയർ കറണ്ട് ഇയർ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഫുഡ് എന്ന് പറയുന്നത് ബേസ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ഓരോന്നിൻ്റെയും ഗ്രൂപ്പിൽ, അതായത് ഫുഡ്, റെൻറ്റ്, ക്ലോത്തിങ്, ഫ്യൂവൽ, എൻ്റർടൈൻമെൻറ്റ്, അതിൻ്റെ ബേസ് ഇയർ പ്രൈസും കറണ്ട് ഇയർ പ്രൈസും ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വെയിറ്റ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം? W വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബേസ് ഇയർ പ്രൈസ് എന്തായിരുന്നു? ബേസ് ഇയർ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? P0 വെച്ചിട്ട്. കറണ്ട് ഇയർ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? P1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബേസ് ഇയർ പ്രൈസ്, കറണ്ട് ഇയർ പ്രൈസ്, വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഇക്വേഷൻ നമ്മൾ ആലോചിക്കുക. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താ? സിഗ്മ P1 ബൈ P0 ഇൻറ്റു W എന്ന് പറയുന്നത് വെയിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ സിഗ്മ W ഇൻറ്റു 100 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം P1 ബൈ P0 കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ W കൊണ്ട്, അതായത് വെയിറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ സിഗ്മ W എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഓഫ് ദി വെയിറ്റ് ആണ് എന്ത് വരിക? സിഗ്മ W ഇൻറ്റു 100. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാലും നോ പ്രോബ്ലം. അല്ലെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ ഫുഡ്, റെൻറ്റ്, ക്ലോത്തിങ്, ഫ്യൂവൽ എന്നൊക്കെയായിരുന്നു കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്തു? ABCD എന്ന് മാറ്റി എഴുതി. അത് തന്നെ എഴുതിയാലും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ P0 P1 മാറ്റി എഴുതിയതാണ്. ബേസ് ഇയർ പ്രൈസിന് പകരം P0 കൊടുത്തു, കറണ്ട് ഇയർ പ്രൈസിന് പകരം P1 കൊടുത്തു, W ആണ് വെയിറ്റ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? P1 ബൈ P0 ഇൻറ്റു 100 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. P1 ബൈ P0 എന്ന് പറയുന്നത് എന്താണ്? 550 ഡിവൈഡഡ് ബൈ 400 ആണ് ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.375 ആണ്. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത്? 137.5 വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ലാസ്റ്റ് ഈ 100 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് രണ്ട് മെത്തേഡിലും ചെയ്യാം.
അപ്പോൾ ഇവിടെ എന്ത് എഴുതിയാൽ മതി? 1.375 എഴുതിയാലും മതി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്താ വരിക? നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അടുത്തത് 300 ഡിവൈഡഡ് ബൈ 250. 300 ഡിവൈഡഡ് ബൈ 250 എന്ന് പറയുന്നത് 1.2 ആണ് വരുന്നത്. ഇൻറ്റു 100 എന്ത് വരും? 120.0. അങ്ങനെ നമ്മളെല്ലാത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ വെയിറ്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ സമ്മാണ് നമുക്ക് എടുക്കേണ്ടത്. വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ സമ്മാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? 137.5 ഇൻറ്റു 35. അതിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4813. അതേപോലെ തന്നെ 3000, ഇവിടെ 1800, ഇവിടെ 3500, 150 ഇൻറ്റു 5 എന്ന് പറയുന്നത് 750. അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് വന്നു? ഇതിൻ്റെ ടോട്ടൽ നമുക്ക് വേണം. അതാണ് ഇവിടെ സമ്മേഷൻ കൊടുത്തിരിക്കുന്നത്. സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ P1/P0 ഇൻറ്റു W ഡിവൈഡഡ് ബൈ സിഗ്മ W. അപ്പോൾ സിഗ്മ അല്ലെങ്കിൽ IW എന്ന് പറയുന്നത് എന്താണ്? 13,863. ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് 13,863 ആണ് വരുന്നത്. ഓൾ ഡിവൈഡഡ് ബൈ സിഗ്മ W. സിഗ്മ W എന്ന് പറയുമ്പോൾ എന്താണ്? ഡബ്ല്യുവിൻ്റെ ടോട്ടൽ, വെയിറ്റിൻ്റെ ടോട്ടൽ. വെയിറ്റിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 100. അപ്പോൾ 13,863 ഡിവൈഡഡ് ബൈ 100. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അപ്പോൾ എത്ര വരും? 136.63 ആണ് ഏത് വരിക? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വരുന്നത് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റാണ് യൂസ് ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് വെരി യൂസ്ഫുൾ ഫോർ വേജ് നെഗോഷിയേഷൻസ്, wage contacts and for revising the dearness allowance of employees. അപ്പോൾ നമ്മൾ ഏറ്റവും, അതായത് ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഇൻഡെക്സ് നമ്പറാണ് ഏത് വരുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വരുന്നത്. അത് ഏതിനൊക്കെ യൂസ്ഫുൾ ആണ്? വേജ് നെഗോഷിയേഷന്, അതേപോലെ തന്നെ വേജ് കോൺടാക്ട്സ് ആൻഡ് ഫോർ റിവൈസിങ് ദ ഡിയർനെസ് അലവൻസ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ. അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും DA അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്താണ്? യൂസ്ഫുൾ ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ഗവൺമെൻറ് ലെവൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസൈഡിങ് ദി വേജ് പോളിസി, പ്രൈസ് പോളിസി, റെന്റ് കൺട്രോൾ, ടാക്സേഷൻ ആൻഡ് അതർ ജനറൽ എക്കണോമിക് പോളിസീസ്. അപ്പോൾ ഗവൺമെൻറ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അതായത് ചേഞ്ച് മനസ്സിലാക്കുന്നത് ഏതിലത്? വേജ് പോളിസി, അതായത് നമ്മൾ സാലറി കൊടുക്കുന്നത്, വേജ് പോളിസി, അതായത് പ്രൈസ് പോളിസി, റെന്റ് കൺട്രോൾ, ടാക്സേഷൻ, ടാക്സിലെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ, പിന്നെന്താണ്? ജനറൽ എക്കണോമിക് പോളിസീസ്, അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ചേഞ്ച് ഇൻ ദി പർച്ചേസിംഗ് പവർ ഓഫ് മണി ആൻഡ് റിയൽ ഇൻകം ഓഫ് ദി പീപ്പിൾ. അപ്പോൾ പർച്ചേസിംഗ് പവർ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എത്ര ചേഞ്ച് വന്നു? ഇപ്പോൾ ഞാൻ 500 റുപ്പീസ് നിന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു 3 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസക്ക് കിട്ടും? അപ്പോൾ അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പർച്ചേസിംഗ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റിയൽ ഇൻകം ഓഫ് ദി പീപ്പിൾ, നമ്മൾ ഒരു ആളെ റിയൽ ഇൻകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യും. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു അനലൈസ് ദി മാർക്കറ്റ് പ്രൈസ് ഫോർ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരേ ഒരു ടൈപ്പ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മാർക്കറ്റ് പ്രൈസും അല്ലെങ്കിൽ അവൈലബിലിറ്റി അങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനല്ല, മാർക്കറ്റ് പ്രൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിലുള്ളത്. ഓക്കെ. താങ്ക് യു.